ഹലോ നമസ്കാരം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാരമൽ പുഡിംഗ് ആണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം സെറ്റ് ചെയ്യാനായിട്ടുള്ള പാത്രം വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിൻ്റെ സൈഡിൽ മാത്രം അല്പം ബട്ടറോ ഗീയോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നടുക്ക് വേണ്ട, സൈഡിൽ മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഷുഗർ കാരമലൈസ് ചെയ്യാനായിട്ട് ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആദ്യം നമുക്കിതൊന്ന് മെൽറ്റായി വരുന്നിടം വരെ മീഡിയം ഫ്ലെയിമിലിടാം. അപ്പോൾ ഇത് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു ബ്രൗൺ കളറാകുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ബ്രൗൺ കളറാക്കി എടുക്കണം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ നല്ലതുപോലെ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യണം ഈ സമയത്ത്. ഇത് ചൂടോടെ തന്നെ നമ്മൾ ആ സെറ്റ് ചെയ്യാൻ വെച്ച ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അല്ലെ വേഗം ഇത് കട്ട് ചെയ്യപ്പോൾ അതുകൊണ്ട് സ്പീഡിൽ വേഗം തന്നെ ചെയ്യുക. ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോൾ ഇത് സെറ്റായി കിട്ടും. അപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇത് നല്ലതായിട്ട് ഒട്ടും ഒഴുകി വരത്തില്ല, നല്ലതായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം അടിച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 4 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം. ഈ ജാറിൽ തന്നെ ഇട്ടാണ് ഞാനിത് പൊടിച്ചെടുക്കുന്നത്. ഈ ഒരു മിക്സിയുടെ ജാറിലാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചൊന്ന് ആവി കയറ്റാൻ വെക്കണം. ഇനി ഞാൻ ഇതിലേക്ക് 2 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുവാണ്. ആ പഞ്ചസാര പൊടിച്ചതിനകത്തിലേക്കാണ് മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചേക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർക്കുവാണ്. അപ്പോൾ പഞ്ചസാരയും മുട്ടയും വാനില എസൻസും കൂടെ ഒന്ന് അടിച്ചെടുക്കുക. ആദ്യം ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml 1 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ 1 മിനിറ്റോളം നല്ലോണം ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വെക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്നാണ്, ഒരു മിക്സിയുടെ ജാറിൽ തന്നെ പെട്ടെന്ന് ഇതെല്ലാം ചെയ്യാം. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് ആവി വെള്ളം ഒന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അലൂമിനിയം ഫോയിലിൻ്റെ പേപ്പർ വെച്ചിട്ട് നല്ലതുപോലെ കവർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സൈഡൊക്കെ നല്ലതുപോലെ പ്രസ് ചെയ്ത് കവർ ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ അത് കവർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൽ ഒരു ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കണം. അപ്പം അതിലേക്ക് വെള്ളം വീഴില്ല, ആവി വെള്ളം. അപ്പം ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക. അപ്പം ഇഡലി പാത്രത്തിൽ വെള്ളം നല്ലതുപോലെ ചൂടായിട്ടുണ്ട്, ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് പതുക്കെ നമുക്ക് ആ പാത്രം വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 20 മുതൽ 25 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. അപ്പോൾ ഇത് 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. അതിനുശേഷം നമുക്കിതൊരു ടൂത്ത്പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇത് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കണം. ഇതാ കുക്കായിട്ടുണ്ട്, നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. ഇങ്ങനെ അല്ലെങ്കിലും നമുക്ക് ഇതിൻ്റെ മുകൾ വശത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇത് വെന്തിട്ടില്ലെങ്കിൽ പാല് പോലെ വെള്ളം പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതിനുശേഷം ഇത് ഒന്ന് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി തണുക്കാനായിട്ട്, ചൂട് മാറാനായിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. ഒരു 2 മണിക്കൂർ തണുക്കുമ്പോഴത്തേന് സെറ്റാവും. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് 2 മണിക്കൂർ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വിടുവിച്ച് കൊടുക്കണം. അപ്പം നമുക്കിത് ഡിമോൾഡ് ചെയ്യാൻ ഈസി ആയിരിക്കും. പതുക്കെ ഒന്ന് ഇത് ഇടുക. എന്നിട്ടൊരു പ്ലേറ്റ് വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് ഡിമോൾഡ് ചെയ്യണം, തിരിച്ച് വെച്ചിട്ട്. അപ്പോൾ ഇത് കമഴ്ത്തി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് അനക്കാവും. അപ്പോൾ ഇതിലെ ഷുഗർ സിറപ്പ് എല്ലാം കാരമലൈസ് ചെയ്തെല്ലാം ഇറങ്ങും. അതിനുശേഷം ഇത് നമുക്ക് ഈ ടിൻ മാറ്റാവും. അപ്പോൾ ഇത് 5 മിനിറ്റിന് ശേഷം ഞാൻ പതുക്കെ ഒന്ന് ഡിമോൾഡ് ചെയ്യുവാണ്. നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇത് ഭയങ്കര സോഫ്റ്റാണ്, അതുകൊണ്ട് തന്നെ ഇത് കട്ട് ചെയ്യാനെ കൊണ്ട് വലിയ പ്രയാസമാണ്, നല്ല പൊടിഞ്ഞു പോകും. അത്രയ്ക്ക് സോഫ്റ്റായിട്ടുള്ള ഒരു പുഡിങ്ങാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് മധുരമൊക്കെ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കാരമലൈസ് ചെയ്യാതെ നമുക്ക് അല്ലാതെ മുട്ടയും പഞ്ചസാരയും പാലും മാത്രമായിട്ട് ഇട്ടും ഉണ്ടാക്കാം. കാരമലൈസിൻ്റെ ആ ഒരു പാട്ട് മാറ്റാം. അപ്പം കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്, ഭയങ്കര സോഫ്റ്റാണിത്.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഞാൻ നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.